കാലവർഷം തുടങ്ങിയല്ലോ, മൊത്തം മഴയാണ്. അപ്പോൾ പുതുപ്പള്ളി വരെ ഒന്ന് പോകണേ. അപ്പം വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് അവിടെ ആയിട്ടാണ് പോകുന്നത്. ഇച്ചിരി മരുന്ന് വാങ്ങിക്കാൻ പോവാം. അപ്പോൾ അവിടെ പുതുപ്പള്ളിയിലേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇപ്പം മഴ ആയതുകൊണ്ടുണ്ടല്ലോ ഞങ്ങളിവിടെ ഭയങ്കര ആഘോഷമാണ്. ഒത്തിരി പേര് നമ്മുടെ പുതുപ്പള്ളി പള്ളിയിലേക്ക് പോണ വഴിക്ക് കണ്ടത്തിൻ്റെ അവിടെ വലവീശലുണ്ട്. മൊത്തം പോലെ മീൻ കയറുന്ന സമയം ഈ പുതുവെള്ളത്തിൽ. അപ്പോൾ അവിടെ ഭയങ്കര ആഘോഷം, ഭയങ്കര ആൾക്കാരും ജനക്കൂട്ടമൊക്കെയാണ്. ഇത് കാണാനും ഇത് വീശാനും വാങ്ങിക്കാനും ഒക്കെ ആയിട്ട്. ചിലപ്പോൾ ഇങ്ങനത്തെ മീനുകൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അത് വലിയ ഇഷ്ടമില്ല, ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല. ഈ പോകുന്ന വഴിക്ക് നമുക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ കണ്ടിട്ട് നേരെ പുതുപ്പള്ളി പോയി മരുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ആ വഴിയാണ് പോകുന്നത്. ഇവിടം തൊട്ട് കണ്ടം ഒക്കെ തുടങ്ങുവാണേ. പണ്ടൊക്കെ ഞങ്ങളിത് ഇവിടെ ഈ വഴിയൊന്നും ഇല്ലാഞ്ഞപ്പോഴേ ഇവിടെ വന്ന് ഞങ്ങൾ കോരുവല കേട്ടിട്ടുണ്ട്. ആൾക്കാരിൽ നിന്ന് വല വീശാനുള്ള പരിപാടിയാണ്. ഇതിൽ അപ്പുറത്തെ സൈഡിലാണ് ഒരു തോടുള്ളത്. തോടിൻ്റെ അവിടെയാണ് കൂടുതലും വല വീശുന്നത്. നമുക്ക് അവിടെ നോക്കാം. നമ്മളിവിടെ വന്നപ്പോൾ കുറേ ചേട്ടന്മാരുണ്ട് കേട്ടോ. ചേട്ടന്മാരിങ്ങനെ വല വീശാനുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണേ. ഇത് വീശുന്ന തന്നെ കാണാൻ രസം തന്നെ കേട്ടോ. ഇതറിയാവുന്നൊരു വീശില്ലെങ്കിലും വലയിടത്ത് വെള്ളത്തിലും പോകും. ഇത് ഇവിടുത്തെ സ്ഥിരം ചേട്ടന്മാർ എല്ലാ വർഷവും ഇവരിങ്ങനെ വന്ന് വീശിക്കൊണ്ടിരിക്കും. കുറേ മീനുകളെ കിട്ടും. ആദ്യത്തെ ദിവസങ്ങളിൽ, നമ്മളിത് രണ്ടാമത്തെ ദിവസം വരുന്നത്, ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഇഷ്ടം പോലെ മീനുണ്ടെന്നാണ് പറയുന്നത്. ഇന്നലെയൊക്കെ ഭയങ്കര മീനായിരുന്നെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് മീൻ കുറവാണ്. ചേട്ടൻ പിടിച്ചില്ല, ചേട്ടന് ഒരു മീനെ മാത്രമേ കിട്ടിയുള്ളൂ, കല്ലടമുട്ടി മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ ഈ കല്ലടമുട്ടിക്ക് പല പേരുണ്ട് കേട്ടോ. എല്ലാ പേരും നമുക്ക് പറയാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ ഈ ചേട്ടൻ ഒരു മീനേ കിട്ടിയുള്ളൂ. അപ്പുറം വേറെ 2-3 ചേട്ടന്മാരുണ്ട്. ഓരോരുത്തർ ടേൺ അനുസരിച്ചാന്ന് തോന്നുന്നു. ഈ ചേട്ടൻ വീശിയിട്ട് കയറുമ്പോൾ അടുത്ത ചേട്ടൻ വീശുന്നു. അങ്ങനെ ഓരോരുത്തർ മാറി മാറി വീശുന്നു. ഒരു 5-6 പേര് നിൽപ്പുണ്ട് കേട്ടോ. കൂടുതൽ ഇവിടുന്ന് ഈ തോട്ടിൽ നിന്ന് കിട്ടുന്നത് പുല്ലനാണ് കേട്ടോ. പുല്ലൻ നമ്മുടെ കോട്ടയംകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. ഷാപ്പിലൊക്കെ അടിപൊളിയായിട്ട് കറി വെച്ച് തരുന്ന സാധനം കേട്ടോ പുല്ലൻ. പിന്നെ കാരി കിട്ടും, ഇതുപോലെ കല്ലടമുട്ടി കിട്ടും. പിന്നെ ചില സമയത്ത് നല്ല വാള കിട്ടും. അത് വളർത്തു മീൻ. അത് എനിക്ക് തോന്നുന്ന കണ്ടത്തിൽ ഇങ്ങനെ കയറി വരുന്ന മീനാണെന്ന് തോന്നുന്നു കേട്ടോ. വളർത്തുകാരുടെ ഇടയ്ക്ക് വെള്ളം കയറുമ്പോൾ കയറി വരുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ വാള കിട്ടും. വാളയാണ് കൂടുതലും കിട്ടുന്നത്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ ചെന്നു. മഴയൊക്കെ ചാറാൻ തുടങ്ങി. പിന്നെ എന്നാൽ പോയേക്കാവുന്നതുകൊണ്ട് ഞങ്ങൾ നേരെ വണ്ടിയിലായിട്ട് കയറി. ഞങ്ങൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർക്ക് മീനൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അവങ്ങൾ മീൻ കിട്ടുന്നത് കിട്ടിക്കൊണ്ടതുകൊണ്ട് ഇനി ഞങ്ങളവിടെ നിന്ന് മീൻ കിട്ടാതിരിക്കണമെന്നോട് ഞങ്ങൾ പോകുന്നു. അതുകൊണ്ടല്ലോ കേട്ടോ. ഇന്നലൊക്കെ ഭയങ്കര മീൻ വരുന്നു. ഒത്തിരി മീനെ കിട്ടിയെന്ന് അവരിങ്ങനെ പറയുന്നു. ഇതെങ്ങനെ പോലും കുറേ പ്രാവശ്യം ഇട്ടാലേ മീൻ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ മഴയും പെയ്യാൻ തുടങ്ങി. ഞങ്ങളെന്നാൽ പിന്നെ പോയേക്കാവുന്നുണ്ട് ഞങ്ങളിവിടെ പോവുകയാണ് ഗൈസ്.